കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ആനയോട്ടം അതിവിശേഷമായിരുന്നു. ആനകളിങ്ങനെ അണിനിരന്ന് എന്തു രസമായിരുന്നു. ധാരാളം സഹസ്രങ്ങളായിരുന്നു ആനയോട്ടത്തിൽ പങ്കുകൊള്ളുവാനായിട്ട് എത്തിയിരുന്നത്. വളരെ എന്താ പറയുക, ഒരുപാട് 3 പേര് ആദ്യം ഇങ്ങനെ നിന്നു. മൊത്തം 7 ആനകളുണ്ടായിരുന്നു. അതിൽ 3 പേര് രവികൃഷ്ണൻ, ബാലു, പിന്നെ കൃഷ്ണനാരായണൻ, അങ്ങനെ 3 പേര് വന്നു. അവർ 3 ആളുമാണ് ഓടാനുള്ള ആദ്യ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ താഴത്തെ ബാക്കിലായിരുന്നു. പിന്നെ അമ്പലത്തിൽ പൂജിച്ച മണികൾ പാപ്പാന്മാർ കൊണ്ടുവന്ന് ഓരോരുത്തർക്കും കെട്ടിക്കൊടുത്തു. ആ കെട്ടിക്കൊടുത്തതിന് ശേഷം വാരുടെ ശംഖ് വിളിച്ചു. ആ ശംഖ് വിളിച്ചതോടുകൂടി ആദ്യം ഓടാൻ ശ്രമിച്ചത് രവികൃഷ്ണൻ ആ സൈഡിലായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ബാലു ഇങ്ങനെ ചാടി കയറി വന്നു. അതിന് തൊട്ട് പിറകിലായിട്ട് നാരായണനും. പക്ഷേ കുറച്ച് ആദ്യത്തെ പോക്ക് കണ്ടപ്പോൾ വിചാരിച്ചു ബാലു ആയിരിക്കും ജയിക്കുകയെന്ന്. കാരണം അമ്മാതിരി പോക്കായിരുന്നു പോയിരുന്നത്. പക്ഷേ വ്യത്യാസമായി ബാലു പിന്നെ അവിടെ കുറച്ച് നേരം സ്റ്റേ ചെയ്തു തോന്നുന്നു. അങ്ങനെ വന്ന് നോക്കുമ്പോൾ അവസാനത്തെ റൗണ്ടിൽ രവികൃഷ്ണനാണ് ജയിച്ചത്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ, അതായത് ഇന്ന് മുതൽ ഈ ഉത്സവത്തിൻ്റെ 10 ദിവസവും ഭഗവാന്റെ കോലം കയറ്റാനും സ്വർണ്ണത്തിടമ്പ ഏറ്റാനും അതുപോലെ രാജകീയ പ്രൗഢിയിൽ ഭഗവാന്റെ ചുറ്റമ്പലത്തിലിങ്ങനെ ശയിക്കാം. മറ്റുള്ള ആനകളൊക്കെ ഇത് കൊടന്നു തരും. പനമ്പട്ടയും എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ള ആനകളുണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഗജവീരനായിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന. അതായത് അവിടെ നിന്ന് നോക്കുമ്പോൾ വലതുവശത്ത് കാണുന്ന ആനയാണ്. ബാലു ആണ് മുന്നിൽ ഓടി വരുന്നു, കണ്ടോ, ബാലു ഓടി. പക്ഷേ രവികൃഷ്ണൻ അതാ പോണേ ഉള്ളൂ. പക്ഷേ ഇവിടുന്നൊക്കെ കവർ ചെയ്ത് ഓടി എത്തി എന്നുള്ളതാണ്. കയറിയാൽ മതി. ജബർദാസ് ചിലപ്പോൾ തിരിയും എന്നൊക്കെയാണ്. ഇനിയുണ്ട് അത് അവിടെ ചെല്ലാം. 3 റൗണ്ട് ഓടും. 15 അതിൻ്റെ പേരെന്താ? സിദ്ധാർത്ഥൻ. അതിൻ്റെ പേര് വായിക്കും. നീല പോലെ എഴുതി വായിച്ചു. ബാലു
കൃഷ്ണ ഗുരുവായൂരപ്പ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആനയോട്ട ചടങ്ങ് കാണുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങൾ നാട്ടാന പരിപാലന